എന്റെ മുത്തച്ചി, സുന്ദരി മുത്തച്ചി, കിങ്കടി മുത്തച്ചി. നാളെ എനിക്ക് പെൻഷൻ വരും. എങ്ങനെ മനസ്സിലായി? നിന്റെ ഈ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് അവർക്ക് കാര്യം മനസ്സിലായി. ഇതാരായി കിടന്ന് വിളിക്കുന്നേ? ആഹാ, അതെന്നാ പിടിച്ചേ? നീ എന്നാടാ ഇങ്ങോട്ട് തോണ്ടിയിട്ടെ? ഞാൻ കാളെടുത്തതാണ്. ഹലോ, ആ എടാ, പിന്നെ എന്നാ? അതെ, ഒരു മിനിറ്റ്, ഇവിടെ ഫയലിംഗ് കിടക്കുന്നു. അതെ, ഈ വിയറ്റ്നാം കോളനിയുടെ പണി ഒരു ഇച്ചിരി നേരം നിർത്തി വെക്കാവോ? ആ റാവുത്തരെ പറ. റാവുത്തരോ? റഷീദ പറയലയാ. എടാ, ഞാൻ വീട്ടിലാടാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ഓക്കെ. അതെ, എന്തിനാ ഇതിനകത്തിട്ട് ഇങ്ങനെ തട്ടുന്നേ? ഇതിനകത്ത് വെച്ചാൻ പാക്കൊന്നും ഇല്ലല്ലോ. എടാ, മഴയും വെള്ളവും ഒക്കെ ആയിട്ടേ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ. അതിന് ഇതിനകത്ത് തട്ടുന്ന എന്തിനാ? ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അയലുകാരൊക്കെ ഒന്ന് അറിയട്ടടാ. എന്താ പറ്റി നേരം വെളുത്ത് മോന്തം വലിച്ചിറക്കി ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, ഇണ്ട മിണ്ടത്തില്ല. എന്ത്? എടാ, മോഹൻലാലിന്റെ ആ തുടക്കം സിനിമ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട്. അതും അറിയത്തില്ല. തുടരും സിനിമ എന്നെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചോ? ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് കാണിച്ചല്ലേ, എപ്പോഴും കണ്ട ബോറടിക്കത്തില്ലോ പറ്റി. എടാ കൊച്ചുമോനെ, മോഹൻലാല്, കടല്, കൊമ്പനാന, ഇതൊക്കെ കണ്ട ആർക്കും ബോറടിക്കത്തില്ലടാ. പിന്നെ ഈ കടല് കാണുന്നതിന് പൈസ ചെലവില്ല, കൊമ്പനാനെ കാണുന്നതിന് പൈസ ചെലവില്ല. പക്ഷെ എല്ലാ ദിവസവും തിയേറ്ററിൽ പോയി മോഹൻലാലിനെ കാണുന്നതിന് പൈസ ചെലവാ. പൈസ മുടക്കി കാണേണ്ട മുതല് തന്നെ ലാലേട്ടൻ. മോഹൻലാലിന്റെ അമ്മയാവാൻ പ്രായമുണ്ട്, ഇപ്പോഴും വിളിക്കുന്ന കേട്ടോ ലാലേട്ടൻ. എടാ, ഇപ്പൊ പെറ്റ് വീണ കുഞ്ഞു മുതല് ഈ ചാകാൻ വേണ്ടി കുഴിയിലോട്ട് കാലും നീട്ടിയിട്ടിരിക്കുന്ന വയസ്സന്മാർക്ക് വരെ അദ്ദേഹം ലാലേട്ടനാടാ. അതെ, സത്യം പറ, ആന്റണി പെരുമ്പാവൂർ നിങ്ങൾക്ക് കാശ് വല്ലതും തരുന്നുണ്ടോ? അയ്യോ, പയ്യ ചീറ്റ്, ആ ചീറ്റലിന്റെ കൂടെ ഉയരും കൂടെ അങ്ങ് പോവും. എടാ കൊച്ചുമോനെ, പണ്ടിത്തിരി പഴങ്കഞ്ഞി പാട്ടുകപ്പയും തിന്നേച്ച് പാടത്തും ഒക്കെ ഇറങ്ങി പറമ്പിലിറക്കി നല്ലോലെ അങ്ങ് പണിയും. ആർക്കും ഒരു നോക്കേടുമില്ല. ഇപ്പൊ ഇങ്ങനെയാണോ? ചന്തിക്ക് കമ്പി കുത്തി കയറ്റിയ ചിക്കനൊക്കെ ചുരുട്ട് കൂട്ടി തിന്നിട്ടല്ലയോ എല്ലാവർക്കും അസുഖമാന്നേ. ഞങ്ങള് 12 മക്കളാ. എന്റെ അമ്മയുടെ കാലത്ത് ഇച്ചിരി പഴങ്കഞ്ഞി വെള്ളവും കുടിച്ചേച്ചേ പാടത്ത് കൊയ്യാൻ അങ്ങിറങ്ങും. കൊയ്തോണ്ടിരിക്കുമ്പം പ്രസവവേദന വരും. ആ വരമ്പത്തോട്ട് കയറി ഇച്ചിരി നടന്ന ആ മരത്തിന്റെ കീഴിലോട്ട് പോകും, പെറും, തിരിച്ചിറങ്ങി വരും, പിന്നെയും കൊയ്യും. കൊയ്തോണ്ടിരിക്കുമ്പം വീണ്ടും പ്രസവവേദന വരും. ആ വയലിന്റെ വരമ്പത്തോട്ട് കയറും, അങ്ങോട്ട് പോയി പെറും, തിരിച്ചിറങ്ങി വരും, പിന്നെയും കൊയ്യും. ഇങ്ങനെ ഉണ്ടായതാ ഞങ്ങള് 12 പേര്. ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, നിങ്ങളുടെ അമ്മച്ചി വയലിൽ പോകുന്നത് കൊയ്യാനാണോ അതോ പെറാനാണോ? അപ്പനെ അമ്മയും തെണ്ടി ചങ്ങ് തിന്നങ്ങ് പഠിച്ചു പോയി. എന്റെ ദൈവമേ, ഈ മെമ്പർ അലച്ചല്ലി ഓടി ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടാണോ? കുഞ്ഞുമോനെ, എന്തുവാ അമ്മച്ചി എന്തിയേ? അമ്മച്ചകത്തുണ്ട്. എന്തുവാ? വിളിക്കുക ഭാഗ്യദേവതേ. ഭാഗ്യദേവത? അമ്മച്ചക്ക് എന്തോ ലോട്ടറി അടിച്ചോ? ആ കുഞ്ഞുമോനെ, എടാ കഴിഞ്ഞ ആഴ്ച അമ്മച്ചി പഞ്ചായത്ത് ഓഫീസിൽ വന്നില്ലേ പെൻഷന്റെ കാര്യത്തിന്? അമ്മച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു, അമ്മച്ചി മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്, മോഹൻലാലിന് ഒരു ആശംസ പറഞ്ഞു അയക്കണേന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, പിന്നെന്താ മോനെ ഞാൻ അയക്കാന്ന്. ഞാൻ എന്റെ ഫോൺ എടുത്ത് ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇട്ടം കൊടുത്തു. അമ്മച്ചിയാണെങ്കിൽ ലാലേട്ടന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് തുടരും സിനിമ വരെ എല്ലാ വാക്കുകളും വെച്ചൊരു പാട്ടങ്ങി കീച്ചു. എന്നിട്ടേ അമ്മച്ചി ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞു, എന്തുവാ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ലാലേട്ടനെ ഒന്ന് കാണണമെന്നാണ് ആഗ്രഹം. എടാ, ഇതങ്ങ് വൈറലായി. അല്ലെ, കുഴപ്പമില്ലുണ്ടോ? ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ കണ്ട് കുറച്ചു മുമ്പേ മോഹൻലാലിന്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മോഹൻലാൽ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ റെഡി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, മോഹൻലാല് ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ അമ്മച്ചിയെ കാണാൻ. ഞാനിതിപ്പോ ആരോടൊക്കെ അമ്മച്ചിയെ വിളി. അമ്മച്ചയോ, എനിക്ക് വയ്യ. അമ്മച്ചി അകത്തില്ലേ നിൽക്കുന്നേ, പിന്നെ നിന്നെ ഫോണിൽ തോണ്ടുന്നേ? ഞാൻ ആദ്യം എന്റെ പെണ്ണുമ്പിള്ളെ വിളിച്ചു പറയട്ടെ, പിണങ്ങി പോയി അവളിങ്ങി തിരിച്ചു വരുമല്ലോ ഇത് കേൾക്കുമ്പോ. മുറുക്കാനൊക്കെ ചവച്ച് വരുവാന്നോ? ഇങ്ങോട്ടൊന്നും നില്ല ഭാഗ്യദേവതേ. കഴിഞ്ഞ ആഴ്ച ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി ഒരു വീഡിയോ വെച്ചിട്ട് കൊടുത്തില്ലയോ? അത് ലാലേട്ടൻ കണ്ട്. അമ്മച്ചിയെ കാണാൻ ലാലേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കള്ളം പറയാം. അമ്മച്ചി സത്യം സത്യമാണോടാ? സത്യമായിട്ടും അമ്മച്ചിയെ കാണാൻ വരും. അയ്യോ അമ്മച്ചി, അമ്മച്ചി അമ്മേ തട്ടിപ്പോയ അമ്മേ. അയ്യോ അമ്മച്ചി, അമ്മച്ചിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണാൻ വരുന്നു പറഞ്ഞു. ഇതൊക്കെ ഒറ്റയടിക്ക് പറയാൻ കൊള്ളാവോ? ദൈവമേ, ഇത് ചത്തോ എന്തോ? അമ്മച്ചി എന്തുവാടാ? അമ്മച്ചിയുടെ വായിന്ന് ചോരയൊക്കെ വരുന്നടാ.
എടാ പ്രാന്താണ് മുറുക്കാനാ. അമ്മച്ചി ഒരു പെട്ടിയാട്ടെ കൊള്ളാനുള്ള മുറുക്കുണ്ട് ഈ തള്ളയുടെ വായിക്കാത്ത. അമ്മച്ചി, അമ്മച്ചി, അമ്മ വഴിമാറട മുണ്ടക്കൽ ശേഖര. എന്താടോ വാര്യര് താൻ നന്നാവാത്തേ? വരയുടെ ശല്യം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. ശേഖരൻകുട്ടി, ഈ നസ്രാണിയെ നീ എന്നു കൂടെ കൂട്ടിയോ അന്നു മുതൽ നിന്റെ പതനം തുടങ്ങി. ഏയ് ഇത് കിളി പോയി നിൽക്കുക. ഷോക്ക് അടുപ്പിച്ചാ ഇപ്പൊ രക്ഷപ്പെടാം. ഞാൻ ഇവിടെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കാനാ ഐഡിയ ഉണ്ട്. അമ്മച്ചി തൂണ്ടില്ല പ്ലഗ് കണ്ട, അതിനകത്തുനിന്ന് കൈയിട്ടൊന്ന് കറക്കാമോ? ഒരു സാധനം എടുക്കാനാ. ഉപദേശമൊക്കെ കൊള്ളാം മാഷേ, ആഹാ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്തുവാ? നിന്റെ തന്തയല്ല എൻ. ഒതുക്കത്തി ഒരു തന്തയ്ക്കുള്ളി കിട്ടിയപ്പോ സന്തോഷമായല്ലോ. ദാ, നീ ചെന്ന് നിന്റെ കൂട്ടത്തോട് പറയടാ, ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. അമ്മച്ചി ജീവിക്കാനുള്ളൊരു കൊതി കൊണ്ട് പറയുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറയാ അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. എടാ മക്കളെ, ലാലേട്ടൻ വരുന്നടാ നമ്മുടെ വീട്ടില്. ലാലേട്ടൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ലാലേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ വന്ന് എന്റെ മേത്തോട്ടങ്ങ് കേറുന്നടാ. ഞാൻ ഒരു കാര്യം പറയാം, എന്തുവായാലും ഈ വീട്ടിനകത്ത് ലാലേട്ടൻ വരാനുള്ള സാധ്യതയില്ല. അമ്മച്ചിയും കൊച്ചുമോനും കൂടെ നേരെ എന്റെ വീട്ടിലോട്ട് വാ. മോഹൻലാൽ അവിടെ വരും, നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. മോഹൻലാലിനെ എങ്ങനെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. മോഹൻലാലിനെ അങ്ങേരുടെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ലാലേട്ടൻ ഇവിടെ വരും. പാവങ്ങളെയൊക്കെ നല്ലപോലെ മനസ്സിലാക്കുന്ന ആളാ എന്റെ ലാലേട്ടൻ. വീടൊക്കെ നമുക്ക് ഒന്നും വൃത്തിയില്ല. അതെ, എടാ, നീ ഒരു കാര്യം ചെയ്യും. ലാലേട്ടൻ വരുന്നല്ലേ നമ്മുടെ വീട് മൊത്തം അങ്ങ് പെയിന്റ് അടിച്ചു. അതെ, പെയിന്റ് അടിക്കാൻ എന്റെ ഇവിടെ കാശ്. പൈസയുടെ കാര്യമൊന്നും നീ ആലോചിക്കണ്ട. എന്റെ ഈ മാസത്തെ പെൻഷൻ മുഴുവൻ അങ്ങ് എടുത്തു. 1600 രൂപയ്ക്ക് ഞാൻ 4 പണിക്കാരെ 2 ദിവസം നിർത്തി മൊത്തം വൃത്തിയാക്കാൻ ഈ ലാലേട്ടൻ വരുമ്പോഴേ കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ കുടിക്കാൻ കൊടുക്കണം. ലാലേട്ടൻ എന്തുമായിരിക്കും കുടിക്കുന്നത്? എന്റെ അറിവില് ലാലേട്ടൻ മുട്ടനാടിലെ ചങ്കില ചോരയാണ് കുടിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഒരു മുട്ടനാടിനെ വിടി, ചങ്കില ചോര പുള്ളിക്ക് കൊടുക്കാം, മുട്ടനാടിനെ നമുക്ക് കുടിച്ച് മട്ടൻ ചാപ്സ് കൊടുക്കാം. അതൊന്നും വേണ്ട, ഒരു നല്ല ചായ അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് എന്റെ ഈ കൈ കൊണ്ട് ഇലക്കകത്ത് ഇങ്ങനെ പരത്തിട്ടാണ്ട് അട അങ്ങോട്ട് കൊടുക്കും. അമ്മച്ചി പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. നമുക്ക് സ്ട്രോങ് ചായ കൊടുക്കാം, എന്നിട്ട് ഇച്ചിരി ബദാം പരിപ്പ്, ഇവിടെ ഇച്ചിരി കാഷ്വാലിറ്റി നെറ്റ് കൊടുക്കാം. കാഷ്വാലിറ്റി നെട്ടല്ല, ക്യാഷ് നെറ്റ്. ഞാൻ ഡേറ്റ് കഴിഞ്ഞതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അത് മതി. അപ്പൊ ആഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനം. വേറെ പ്രശ്നമുണ്ട്, അവർ വരുന്നവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനേ കുറച്ച് കസേര 2-3 മേശയൊക്കെ വേണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ വീട്ടിൽ നിന്ന് എടുക്കാം. പുത്തൻ തന്നെ മേടിക്കണം. പുത്തൻ മേടിച്ചിടണം കൊച്ചുമോനെ. അതെ, ഈ മോഹൻലാൽ വന്ന് അമ്മച്ചയും കണ്ട് ചായയും കുടിച്ചിട്ട് അങ്ങ് പോവോ അതോ എന്തെങ്കിലും കൊടുക്കൂ? കിട്ടൂടാ. ഈ പ്രായമായ അമ്മയ്ക്കായോണ്ട് ഈ മരുന്ന് വാങ്ങിക്കാൻ കുറഞ്ഞത് ഒരു 50,000 രൂപ കൊടുക്കും. പലിശക്ക് എടുക്കുവോ? അത് തന്നെ എടുക്കും. ലെഫ്റ്റനന്റ് കേരള ആയതുകൊണ്ട് ചിലപ്പോ തുകയൊന്ന് കൂടും. പൈസ ആവശ്യമില്ല. എടാ കൊച്ചുമോനെ, നീ ഒരു കാര്യം ചെയ്യാൻ, മിറ്റമല്ല നല്ലപോലെ ഒന്ന് തൂത്തിടണം. പിന്നെ ഈ വാറാമാല എല്ലാം അടിക്കണം. എന്നിട്ട് നല്ലപോലെ തൂത്ത് തുടച്ച് എന്നും സൂക്ഷിക്കണം വരുന്നവരെ. ഞാനോ? നീ ലാൽ സാർ എന്ന് വരുമെന്നാ പറഞ്ഞേ? ലാൽ സാർ എന്ന് വരും പറഞ്ഞാൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് 2 മാസം ഇവിടെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമെന്നാ മാനേജർ വിളിച്ച് പറഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല? പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് ലാലേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണേ. ഇല്ലെങ്കിൽ ഈ തള്ള ഈ വീട്ടു ജോലി മൊത്തം എന്നെ കൊണ്ട് ചെയ്യും. അതോടെ എന്റെ കട്ടപ്പാട് അവിടെ തുടരും. തുടരുവെന്നല്ലടാ, ലാലേട്ടന്റെ സിനിമയാ തുടരും. അത് കറക്റ്റാ.